ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. IPL മെഗാ ഓപ്ഷന് ശേഷം ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നിയ ടീമുകളിൽ ഒന്നായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു IPL 4 മത്സരങ്ങൾ ഹൈദരാബാദ് കളിച്ചു നിൽക്കുമ്പോൾ അതിൽ 3 തോൽവിയും 1 ജയവുമാണ് ഹൈദരാബാദിന് സ്വന്തമായിട്ടുള്ളത്. അതിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ ആ ഒരു ജയം മാത്രമാണ് ഹൈദരാബാദിനുള്ളത്. പിന്നീടുള്ള 3 മത്സരങ്ങളിലും ഇവർക്ക് തോൽവിയായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് ശരിക്കും ഹൈദരാബാദിന് പറ്റിയത്? പിന്നെ KKRുമായിട്ടുള്ള അവസാന മത്സരത്തിൽ വൻ ബാറ്റിംഗ് തകർച്ച തന്നെയായിരുന്നു ഹൈദരാബാദിന് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഹൈദരാബാദിനെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തള്ളി പറയാൻ സാധിക്കില്ല. 4 മത്സരങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വീക്ക്നെസ്സുകൾ ഒരുപാടുണ്ട്. അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു സ്ക്വാഡും ഹൈദരാബാദിനുണ്ട്. നിലവിൽ ഒരു തിരിച്ചു വരാനുള്ള സാധ്യത ഹൈദരാബാദിൽ കാണുന്നുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിലാണ് പെർഫോമൻസ് പോകുന്നതെങ്കിൽ അവർക്ക് വലിയ തിരിച്ചടികൾ തന്നെ നേരിടേണ്ടി വരും. ഹൈദരാബാദിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ അവരുടെ വിജയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളും ഇവർ നേടിയിട്ടുള്ളത് ബാറ്റിംഗ് സൈഡിലെ ഡൊമിനൻ്റ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസുകളിൽ നിന്നാണ്. അതായത് ബോളിംഗ് സൈഡ് അവരുടേത് കഴിഞ്ഞ സീസണിലും ആവറേജ് തന്നെയായിരുന്നു. ഈ ഒരു സീസണിലേക്ക് വന്നു കഴിയുമ്പോഴും അവരുടെ ബോളിംഗ് സൈഡ് ആവറേജ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ നിന്നും ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിന്റെ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ബോളർ എന്ന് പറയുന്നത് പാറ്റ് കമിൻസ് ആയിരുന്നു. ഈ ഒരു സീസണിലേക്ക് വരുമ്പോഴും ആദ്യത്തെ 4 മത്സരങ്ങൾ അത്ര എക്കണോമിക്കൽ ആയിട്ടല്ല പാറ്റ് കമിൻസ് അവിടെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് പറയാവുന്ന രീതിയിലാണ് ഷമിയിൽ നിന്നും പെർഫോമൻസ് വരുന്നത്. ആകെ അദ്ദേഹം 4 ഓവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു മത്സരത്തിൽ മാത്രമാണ്. പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നു 3 ഓവറുകൾ വീതം മാത്രമായിരുന്നു എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്കോണമി വളരെ ഹൈ ആയിരുന്നു. അധികം വിക്കറ്റുകൾ ഷമിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹർഷാൽ പട്ടേലിലേക്ക് വരികയാണെങ്കിലും അവരുടെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല ഹർഷാൽ പട്ടേലിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ചിലപ്പോൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും, ചില സമയത്ത് നല്ല രീതിയിൽ അടിമേടിക്കും. അതാണ് അവസ്ഥ. പിന്നെ എനിക്ക് തോന്നുന്നു കമിൻഡു മെൻഡിസ് അത്യാവശ്യം നല്ല എക്കണോമിക്കൽ ആയിട്ടൊരു ബോളറാണ്. ആദ്യത്തെ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള മത്സരങ്ങൾ അദ്ദേഹം ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഹൈദരാബാദിന്റെ നിലവിലെ ഏറ്റവും വലിയ പ്രശ്നം ഓപ്പണിംഗ് സൈഡിൽ അഭിഷേക് ശർമ്മ ഹെഡ് കൂട്ടുകെട്ടിൽ അധികം റൺസ് വരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടുകെട്ടിൽ അധികം റൺസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് പുറകിൽ നിന്ന് വരുന്നവർക്ക് അടിച്ചു കൂട്ടി കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ ഇവരുടെ കോമ്പിനേഷനിൽ അധികം റൺസ് വരാത്ത വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഹെഡിന്റെ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 35 ആവറേജിലാണ് അദ്ദേഹം ആദ്യത്തെ 4 മത്സരങ്ങളിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. എന്നാൽ അഭിഷേക് ശർമ്മയിലേക്ക് വരുമ്പോൾ അദ്ദേഹം നിലവിൽ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അധികം റൺസ് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നീട് ഇഷാൻ കിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ മത്സരത്തിൽ സെഞ്ചുറി കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ച് ഇഷാൻ കിഷൻ ഈ ഒരു സീസൺ അടിപൊളി സീസൺ ആയിരിക്കും, അടിപൊളി പെർഫോമൻസ് ആയിരിക്കുന്നത്. പിന്നീടുള്ള മത്സരങ്ങൾ കാര്യമായിട്ടുള്ള സ്കോർ താരത്തിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ആക്ച്വലി ഇഷാൻ കിഷൻ്റെ ഗെയിമുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ട്രാക്കിലാണ് അധികവും അദ്ദേഹം റൺസ് നേടിയിട്ടുള്ളത്. അതുതന്നെയാണ് മുംബൈ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ കാരണമായിട്ടുള്ളതും ഫീൽ ചെയ്യുന്നത്. കാരണം ഫ്ലാറ്റ് ട്രാക്കിൽ നല്ല പെർഫോമൻസ് കീപ്പ് ചെയ്യും, എന്നാൽ കുറച്ചൊന്ന് ട്രാക്ക് ചേഞ്ച് ആകുമ്പോൾ കാര്യമായിട്ടുള്ള പെർഫോമൻസ് താരത്തിന് പുറത്തെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഇഷാൻ കിഷനെ തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാറ്റം ഉണ്ടായിക്കൂടായിക ഇല്ല എന്നല്ല, പക്ഷേ നിലവിൽ പെർഫോമൻസ് വീക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ സിമർജിത്തിനെ മാറ്റിയിട്ട് പകരം ഉന്നിത്കട്ടിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. പിന്നീട് കമിന്ദു മെൻഡിസിന്റെ പെർഫോമൻസ് ഓക്കെ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഹൈദരാബാദിന്റെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർ നേരിടുന്ന ആങ്കർ റോൾ കളിക്കുന്ന ഒരു താരം അവരുടെ ബാറ്റിംഗ് സൈഡിലില്ല. അത് വലിയ തിരിച്ചടി തന്നെയാണ് ടീമിനെ സംബന്ധിച്ച്. കഴിഞ്ഞ സീസണിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. അഗ്രസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ കളിച്ച് വരുമ്പോൾ റൺസ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ട്രാക്കുകളിലൊക്കെ കുറച്ച് ചേഞ്ചുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഹൈദരാബാദിന്റെ ട്രാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരത്തിലാണ് നല്ലപോലെ റൺസ് പിറന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്ന മത്സരത്തിൽ അധികം റൺസുകൾ പിറക്കുന്നുണ്ടായിരുന്നില്ല. മേ ബി മാറ്റങ്ങളുണ്ടാവും, മാറ്റങ്ങൾ ഉറപ്പായിട്ടും വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സ്റ്റിൽ പെർഫോമൻസ് വൈസ് ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഈ ഒരു 4 മത്സരങ്ങൾ കൊണ്ട് ഈ ഒരു ടീമിനെ നല്ല ഒരു ടീമിനെയും ഒരിക്കലും എഴുതി തള്ളാൻ സാധിക്കില്ല. വിജയപാതയിലേക്ക് തിരിച്ചു വരാൻ ഹൈദരാബാദിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ്. ബൈ ബൈ ഗൈസ്.